accounts. In final accounts, there are a lot of adjustments to study. In this video, I will explain some adjustments relating to bad debts and provision for doubtful debts. So, final accounts le ottri adjustments padikkanunde. So, ee video il nammal bad debt um provision for doubtful debts um okkella adjustmentukalanu padikkunnathu. Adu related aayittulla oru question aanu nammal idil cheyan povunnathu. So, what do I mean by bad debt? Any irrecoverable portion of sundry debtors is termed as bad debt. So, bad debt എന്ന് പറയുന്നത് sundry debtors-ൽ നിന്നും, sundry debtors means any amount owing to the business. ബിസിനസ്സിനെ മറ്റുള്ളവർ ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ, ബിസിനസ്സിലേക്ക് കൊടുക്കാനുള്ള എമൗണ്ടിന്റെ ടോട്ടലിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളവരെല്ലാം കളക്റ്റീവ് ആയിട്ടാണ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ബിസിനസ്സിലേക്ക് ആരെല്ലാം പൈസ കൊടുക്കാനുണ്ടോ അവരെല്ലാം കളക്റ്റീവ് ആയിട്ട് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നു. സോ എനി ഇർറിക്കവറബിൾ പോർഷൻ ഓഫ് സൺട്രി ഡെപ്റ്റേഴ്സ്. അപ്പൊ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി, കിട്ടാത്ത കടമാണ് എന്ന് ഉറപ്പായതിനെയാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. സോ if bad debt is given, it is to be debited to profit and loss account. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്ന അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഇസ് എ ലോസ് ടു ദ ബിസിനസ്. Then deduct from sundry debtors in balance sheet. ബാലൻസ് ഷീറ്റില് ഡെപ്റ്റേഴ്സിൽ നിന്നും അത്രയും എമൗണ്ട് ഡിഡക്ട് ചെയ്യുക. കാരണം അത് കിട്ടൂല എന്ന് ഉറപ്പായി, ബാഡായി. അതുകൊണ്ട് നമ്മുടെ ഡെപ്റ്റേഴ്സിൽ ഇനി അത് ഉണ്ടാവില്ല, അത്രയും എമൗണ്ട് കാണിക്കാൻ പാടില്ല. അപ്പൊ ഡെപ്റ്റേഴ്സിൽ നിന്നും ബാലൻസ് ഷീറ്റിൽ അത് ഡിഡക്ട് ചെയ്യുക. ഇഫ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, അപ്പൊ ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി ആൻഡ് ദ അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഓവർ. അപ്പൊ ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി, അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ഇത് നമുക്ക് ട്രയൽ ബാലൻസിന്റെ പുറത്ത് തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റ് ആണെങ്കിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം, ദെൻ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് ഈസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. It is a provision created to meet any loss if the debtors fail to pay the whole or part of the debt owed by them. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, ആ പേര് പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഡെപ്റ്റ്സ് ഡൗട്ട്ഫുൾ ആയാൽ, അങ്ങനെയുള്ള ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ലോസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷനെയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിന് ഡൗട്ട് ഉണ്ട്, ഇന്ന ഡൗട്ടുകൾ കിട്ടാൻ സാധ്യതയില്ല, ഇന്ന ഡെപ്റ്റുകൾ കിട്ടാൻ സാധ്യതയില്ല, ഇത്ര എമൗണ്ട് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബിസിനസ് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്റഡ് ലോസസ് ഷുഡ് ബി കൺസിഡേർഡ്. ഒരു ബിസിനസ്സിൽ ആന്റിസിപ്പേറ്റഡ് ലോസ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം. അവിടെയാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഡെപ്റ്റ്സ് ഡൗട്ട്ഫുൾ ആണ്, കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നുമ്പോൾ ബിസിനസ് അവിടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. യൂഷ്വലി ഇറ്റ് ഈസ് ഗിവൺ ആസ് a fixed percentage of sundry debtors. അത് നമുക്ക് സാധാരണ ട്രയൽ ബാലൻസിന്റെ പുറത്ത് ഡെപ്റ്റേഴ്സിന്റെ certain percentage ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുക പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഇതുപോലെ തന്നെ ഫർദർ ബാഡ് ഡെപ്റ്റ്, അതായത് ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെപ്റ്റ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഡിഡക്ട് ഫ്രം സൺട്രി ഡെപ്റ്റേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. അത് തന്നെ സെയിം അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്രിയേറ്റ് പ്രൊവിഷൻ ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ബാഡ് ഡെപ്റ്റ്. നമുക്കൊരു ക്വസ്റ്റ്യനില് ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ബാഡായി, നമ്മുടെ ഡെപ്റ്റേഴ്സിൽ അത് ഓൾറെഡി തന്നിരിക്കുന്ന ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ടിൽ അത് ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാഡ് ഡെപ്റ്റ്, ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ 10,100 ആണ് നമ്മുടെ ഡെപ്റ്റേഴ്സ്, എന്നിട്ട് നമുക്ക് ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിരിക്കുന്നു 100 റുപ്പീസ് വീണ്ടും ബാഡ് ആയി, അല്ലെങ്കിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് 100 ആണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നു ക്രിയേറ്റ് 5% പ്രൊവിഷൻ ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം ഡെപ്റ്റേഴ്സിൽ നിന്നും ആ ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് വന്ന 100 റുപ്പീസ് ഡിഡക്ട് ചെയ്യണം. അപ്പോൾ 10,100 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000. ദെൻ ആ 10,000 നമ്മൾ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടുന്നത്. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ഈ പ്രൊവിഷൻ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത്, അതായത് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടാകും, അത് കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ,
അതിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് ആയിട്ട് അത് പോയി തീർന്നിട്ടുണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊവിഷനാണ്. അതുകൊണ്ടാണ് അതിന് ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടാവുന്നത്. സോ അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ടോട്ടൽ ബാഡ് ഡെപ്റ്റ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു ട്രയൽ ബാലൻസിലെ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നോക്കുക, ട്രയൽ ബാലൻസിലെ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത്, ദെൻ അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെപ്റ്റ് അതാണ് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്, അത് ദെൻ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്താൽ ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടുന്നത് ഡെപ്റ്റേഴ്സിൽ നിന്നും ഫർദർ ബാഡ് ഡെപ്റ്റ് ഡിഡക്ട് ചെയ്തതിന് ശേഷമേ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആ പ്രൊവിഷൻ ഇത് മൂന്നും കൂടെ കൂട്ടുക, അതിനുശേഷം അതിൽ നിന്നും ഈ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ അതായത് ട്രയൽ ബാലൻസിലെ ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഡിഡക്ട് ചെയ്യുക. ലെസ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ മൈനസ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ ബാഡ് ഡെപ്റ്റ് കണ്ടുപിടിക്കണം. അഥവാ ബാഡ് ഡെപ്റ്റ് അതായത് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റ് പ്ലസ് ഫർദർ ബാഡ് ഡെപ്റ്റ് അതായത് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റ് പ്ലസ് പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ മൈനസ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ഇനി ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ആണ് കൂടുതൽ എമൗണ്ട് എങ്കിലോ അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ മൈനസ് ടോട്ടൽ ബാഡ് ഡെപ്റ്റ്. ടോട്ടൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിലെ ബാഡ് ഡെപ്റ്റ് പ്ലസ് ഫർദർ ബാഡ് ഡെപ്റ്റ് പ്ലസ് പ്രൊവിഷൻ, ഇത് മൂന്നും ഇതിൽ നിന്ന് ലെസ് ചെയ്യുക, എക്സിസ്റ്റിംഗ് പ്രൊവിഷനിൽ നിന്ന് ലെസ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ് ആണ്. ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതിലെങ്കിലും ബാഡ് ആയി പോഞ്ഞു അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു, പക്ഷേ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടി, അതിനെയാണ് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറയുന്നത്. അതിന് നോർമലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയുള്ള ഒരൊറ്റ അഡ്ജസ്റ്റ്മെന്റേ ഉള്ളൂ. ബാഡ് ഡെപ്റ്റിന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് ആണ്. ട്രയൽ ബാലൻസിന്റെ പുറത്തെ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ബാഡ് ഡെപ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നിന്നും കിട്ടില്ല എന്ന് ഉറപ്പായിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ഡിഡക്ട് ചെയ്യുന്നു. ഇനി ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളതാണെങ്കിൽ ആകെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഏതെങ്കിലും ഡെപ്റ്റ്സ് ഡൗട്ട്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ കിട്ടൂല എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥ വരുമ്പോൾ ആന്റിസിപ്പേറ്റഡ് ലോസസ് കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ കണക്കിലെടുത്തിട്ട് നമ്മൾ അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ഡെപ്റ്റേഴ്സിന്റെ ഫിക്സഡ് പെർസെന്റേജ് ആയിട്ട് നമുക്ക് ട്രയൽ ബാലൻസിന്റെ പുറത്ത് തന്നിട്ടുണ്ടാവും ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ദെൻ ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ഡിഡക്ട് ചെയ്യുക. ഇവിടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എപ്പോഴും ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ബാഡ് ഡെപ്റ്റ് ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള സൺഡ്രി ഡെപ്റ്റേഴ്സുമ്മലാണ് നമ്മൾ ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടുന്നത്. ദെൻ പ്രൊവിഷൻ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, അതായത് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രൊവിഷൻ തന്നാൽ, അതായത് ആ പ്രൊവിഷൻ കഴിഞ്ഞ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇപ്പോഴും അവിടെ കിടക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം നമ്മൾ ടോട്ടൽ ബാഡ് ഡെപ്റ്റ് കണ്ടുപിടിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക്. അതായത് ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്ലസ് ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ മൈനസ് ഈ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ, ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. ഇനി എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ആണ് കൂടുതലെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലെ പ്രൊവിഷൻ ആണ് കൂടുതൽ, ഈ ടോട്ടൽ കാണുമ്പോൾ ഈ ടോട്ടലിനേക്കാൾ കൂടുതൽ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ മൈനസ് ടോട്ടൽ ബാഡ് ഡെപ്റ്റ്. ടോട്ടൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഈ ബാഡ് ഡെപ്റ്റ് പ്ലസ് ഫർദർ ബാഡ് ഡെപ്റ്റ് പ്ലസ് പ്രൊവിഷൻ, ഇതാണ് ഇവിടെ ടോട്ടൽ ബാഡ് ഡെപ്റ്റ്. ഞാനത് വീണ്ടും എഴുതണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് വരുന്നത് ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ് ആണ്. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യുന്നു, അഥവാ ഒരു ഇൻകം ആയിട്ട് കാണിക്കുന്നു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് ഗുപ്ത ആസ് ഓൺ 31st March 2014. നമുക്ക് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ്വിൽ, സ്റ്റോക്ക് ഇൻ ഓപ്പണിംഗ്, പർച്ചേസസ്, വേജസ് ആൻഡ് സാലറീസ്, കോൾ ആൻഡ് പവർ, മെഷീനറി, ഫ്രൈറ്റ്, റോയൽറ്റി, സെയിൽസ്, മാനേജ്മെന്റ് എക്സ്പെൻസസ്, ബാഡ് ഡെപ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ്, drawings, debtors and creditors, cash.
ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിരിക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. റൈറ്റ് ഓഫ് 1000 rupees ആസ് ബാഡ് ഡെപ്റ്റ്, അതായത് ഫർദർ ബാഡ് ഡെപ്റ്റ് ആണ്. Then next, provide 5% of debtors for bad debts. ഇതാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. Then അടുത്ത അഡ്ജസ്റ്റ്മെന്റ് റോയൽറ്റി ഔട്ട്സ്റ്റാൻഡിംഗ് അമൗണ്ട്സ് ടു 500 rupees. അപ്പൊ റോയൽറ്റിക്ക് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഇത്ര അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മളിത് ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് പഠിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വർക്കിംഗ് നോട്ട് ആയിട്ട് ആദ്യം ചെയ്യാം. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുക ഏതൊക്കെ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നോക്കുക ഇതില് ബാഡ് ഡെപ്റ്റ് നോക്കൂ, ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അത് എടുക്കണം. ഇതാ ട്രയൽ ബാലൻസിലെ ബാഡ് ഡെപ്റ്റ് 4800. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. അഡ്ജസ്റ്റ്മെന്റിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കണം. അഡ്ജസ്റ്റ്മെന്റിൽ റൈറ്റ് ഓഫ് 1000 ആസ് ബാഡ് ഡെപ്റ്റ്. അപ്പൊ നമ്മൾ അത് ആഡ് ചെയ്യണം. ഫർദർ ബാഡ് ഡെപ്റ്റ് 1000 പ്ലസ്. നെക്സ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് 5% ഓഫ് ഡെപ്റ്റേഴ്സ് ഫോർ ബാഡ് ഡെപ്റ്റ്സ്. അപ്പൊ ഇവിടെ ഡെപ്റ്റേഴ്സ് 31,000 ആണ്. ഇതുമ്മ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളെപ്പോഴും ഡെപ്റ്റേഴ്സുമ്മൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാഡ് ഡെപ്റ്റ് ആയി കഴിഞ്ഞ എമൗണ്ട് മാറ്റണം. ഇവിടെ പറഞ്ഞു ക്രിയേറ്റ് പ്രൊവിഷൻ ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ബാഡ് ഡെപ്റ്റ്. ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് 31,000 ആണ്. ദെൻ ഫർദർ ബാഡ് ഡെപ്റ്റ് നമുക്ക് ഉണ്ടായത് 1000 ആണ്. ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നതാണ്. അത് നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല. ട്രയൽ ബാലൻസിൽ വന്ന കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ട് ചെയ്തു. നമ്മുടെ ലെഡ്ജർ ബാലൻസസ് ആണ് നമ്മുടെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 1000 നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 30,000 കിട്ടും. 30,000ന്റെ 5% ആണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 1500. So 4800 plus 1000 plus 1500 minus existing provision question തന്നിട്ടുണ്ട്. provision for bad debts credit സൈഡിലെ 1400. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാഡ് ഡെപ്റ്റ് പ്ലസ് ഫർദർ ബാഡ് ഡെപ്റ്റ് പ്ലസ് പ്രൊവിഷൻ മൈനസ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ട് ഇതിൽ. ഇതാ നോക്കൂ, ഇവിടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് ഇതാണ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ 1400. അപ്പൊ നമ്മൾ ആ 1400 അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 5900 കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടുന്ന ഐറ്റം. ഇവിടെ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ കുറവാണ്, നമുക്ക് ടോട്ടൽ ബാഡ് ഡെപ്റ്റ് ആണ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡെപ്റ്റേഴ്സിൽ നിന്നും 31,000 ആണ് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട്. അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് ഡിഡക്ട് ചെയ്യണം. ദെൻ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ ആണ് 1500. ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു 1500. ആ പ്രൊവിഷനും നമ്മൾ ഡിഡക്ട് ചെയ്തു. അപ്പൊ നമുക്ക് 28,500 കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ നോക്കുക. നമ്മൾ ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് എഴുതുക. ഹെഡിങ് ക്ലിയർ ആയിട്ട് എല്ലാവരും എഴുതണം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2014. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ലെസ് റിട്ടേൺ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസ് ലെസ് റിട്ടേൺ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുക ഓരോ ഐറ്റംസ്. സ്റ്റോക്ക് ഓൺ ഓപ്പണിംഗ് 17,250 ഫസ്റ്റ് ഐറ്റം ഡെബിറ്റ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് 17,250. ദെൻ നെക്സ്റ്റ് നമ്മൾ പർച്ചേസസ് 82,750. ഇതിൽ റിട്ടേൺസ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. റിട്ടേൺസ് കാണുന്നില്ല. അപ്പോൾ പർച്ചേസസ് 82,750. നമ്മുടെ ക്വസ്റ്റ്യനിൽ റിട്ടേൺ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഏതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടോ ആ ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം എഴുതുക. എഴുതുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ എന്നുള്ളതും കൂടെ കെയർ ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് നോക്കുക. ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ഇൻകേർഡ് ടു മേക്ക് ദാറ്റ് ഗുഡ്സ് ഇൻ ടു സെയിലബിൾ കണ്ടീഷൻ. അപ്പൊ സെയിലബിൾ കണ്ടീഷൻ ആകാൻ നെസസറി ആയിട്ട് വേണ്ടി വരുന്ന എക്സ്പെൻസിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വേജസ് ആൻഡ് സാലറീസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വേജസ് ആൻഡ് സാലറീസ് എന്ന് ക്ലബ് ചെയ്ത് തന്നാൽ വേജസ് ആദ്യം വരുമ്പോൾ നമ്മൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നു. അപ്പൊ വേജസ് ആൻഡ് സാലറീസ് 6,500. അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കോൾ ആൻഡ് പവർ 3,500. ദെൻ ഫ്രൈറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 1,500. റോയൽറ്റി ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 2,500. ഇനി അടുത്തത് നോക്കുക. ഇവിടെ വേറെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നുമില്ല. ദെൻ അഡ്ജസ്റ്റ്മെന്റിൽ റോയൽറ്റിക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്
500 rupees. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസും എടുത്ത് എഴുതുക. അതാ നോക്കൂ, കോൾ ആൻഡ് പവർ 3500, വേജസ് ആൻഡ് സാലറി 6500, ഫ്രൈറ്റ് 1500. Then royalty 2500 ആണ്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ കൺസേൺഡ് എക്സ്പെൻസിന്റെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ എത്രയാണ്, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയുണ്ടോ അത് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന് വരുന്ന അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഇവിടെ 500 rupees ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. നോക്കൂ, റോയൽറ്റി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്സ് ടു 500 rupees. ദെൻ റോയൽറ്റിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 2500. അപ്പോൾ 2500ന്റെ കൂടെ ഇന്നർ കോളത്തിൽ നമ്മൾ 2500 എഴുതി. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് അൺപെയ്ഡ് എക്സ്പെൻസസ് ഓഫ് ദ കറന്റ് ഇയർ വിച്ച് ഈസ് അൺപെയ്ഡ്. ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്, പക്ഷെ അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തത് ഈ വർഷം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോഴേ നമ്മൾ കറക്റ്റ് പ്രോഫിറ്റ് അറിയാൻ പറ്റൂ. ദെൻ നമുക്ക് 2500 പ്ലസ് 500 ദാറ്റ് ഈസ് ഈക്വൽ ടു 3000. ദെൻ ഇപ്പൊ ഡെബിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും കഴിഞ്ഞു. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് സാധാരണ സെയിൽസ് ലെസ് റിട്ടേൺസ് ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. സെയിൽസ് നോക്കുക, സെയിൽസ് 1,25,000. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റിട്ടേൺസ് നമ്മൾ കണ്ടില്ല, നേരത്തെ ചെക്ക് ചെയ്തപ്പോഴും നമ്മൾ കണ്ടില്ല, റിട്ടേൺസ് ഇല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് 8,500. സെയിൽസ് 1,25,000, ക്ലോസിംഗ് സ്റ്റോക്ക് 8,500. ഇനി നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്നത് ഞാൻ പല വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കണം. കൂടുതൽ ഏത് സൈഡാണോ ആ സൈഡാണ് നമ്മൾ ആദ്യം എഴുതുക. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 1,33,500. അത് സെയിം എമൗണ്ട് സെയിം ഫിഗർ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ദെൻ ഈ ഫിഗറിൽ നിന്നും ഇവിടെയുള്ള ഇതിന്റെ ടോട്ടൽ നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഈ ഗ്രോസ് പ്രോഫിറ്റ് 19,000. ഈ 19,000 നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തു. കാരണം നമുക്ക് ക്രെഡിറ്റ് ആണ് കൂടുതൽ. പ്രോഫിറ്റ് ആയപ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസസ് ആദ്യം നോക്കിയെടുത്ത് എഴുതുക. ദെൻ ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസ് നോക്കുക. നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ നോക്കിയതാ. മാനേജ്മെന്റ് എക്സ്പെൻസസ് 14,500. പിന്നെ വരുന്നത് ബാഡ് ഡെപ്റ്റ്സ്. ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മളോട് വർക്കിംഗ് നോട്ടായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വേറെ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടുന്ന ഐറ്റമാണ്. അപ്പോൾ വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ മാനേജ്മെന്റ് എക്സ്പെൻസസ് 14,500. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ ഇവിടെ ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇതാ ബാഡ് ഡെപ്റ്റ്, ദെൻ ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ്, ആഡ് പ്രൊവിഷൻ ലെസ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ 5,900. അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാഡ് ഡെപ്റ്റ്, ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ്, ആഡ് പ്രൊവിഷൻ, then less old provision. So 5,900. ഇവിടെ നമ്മൾ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിരുന്നു. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് 600. ഇത് ഇൻകം ആണ്. കഴിഞ്ഞ വർഷങ്ങളുണ്ടായ ബാഡ് ഡെപ്റ്റ് നമ്മൾ റിക്കവർ ചെയ്തതാണ്. അപ്പൊ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ്. ഇനി നമ്മൾ നോക്കുക ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ കൂടുതൽ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. രണ്ട് സൈഡും നമ്മൾ റഫ് ആയിട്ട് എഴുതി വെക്കണം. പെൻസിൽ കൊണ്ട് എവിടെയെങ്കിലും എഴുതി ആഡ് ചെയ്ത് നോക്കണം. ഇവിടെ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ 20,400. അപ്പൊ നമ്മൾ ആ സെയിം ഫിഗർ ഇങ്ങോട്ടേക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു, ബാലൻസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് നമുക്ക് എക്സ്പെൻസ് ആയിരുന്നു കൂടുതൽ. ഇവിടെ എക്സ്പെൻസ് ആണ്, ഈ സൈഡ് എക്സ്പെൻസ് സൈഡാണ്. എക്സ്പെൻസസും ലോസസും ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എക്സ്പെൻസ് ആയിരുന്നു ഇവിടെ കൂടുതൽ, അല്ലെങ്കിൽ ലോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് ലോസ് ആണ് കിട്ടിയിരിക്കുന്നത്. 20,400 മൈനസ് 19,000 മൈനസ് 600. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ 800 rupees. 800 നമുക്ക് നെറ്റ് ലോസ് ആണ്. ഇത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. കാരണം നമ്മുടെ ക്യാപിറ്റൽ എത്ര ലോസ് വരുന്നോ അത്രയും നമ്മുടെ ക്യാപിറ്റൽ കുറയും. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഹെഡിങ് കറക്റ്റ് ആയിട്ട് എഴുതുക. ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31st March 2014. ദെൻ ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലയബിലിറ്റി സൈഡ് ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റ് സൈഡ് ആണ്. നമ്മൾ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള അസറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് ആണ് ആദ്യം എഴുതുക. അതാണ് സോൾ ട്രേഡറുടെ ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ്. അതിനുശേഷമാണ് ഫിക്സഡ് അസറ്റ്സ് എഴുതുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആദ്യം എഴുതുന്നു, ദെൻ ലോങ് ടേം ലയബിലിറ്റീസും ക്യാപിറ്റലും റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് സോൾ ട്രേഡറുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റമാണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് അങ്ങനെയുള്ള ലിക്വിഡ് ഐറ്റംസ് ആദ്യം എഴുതുക. പിന്നെ കറണ്ട് ഐറ്റംസ് ആണ് സൺഡ്രി ഡെപ്റ്റേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ്. ചെക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ ക്യാഷ് ഉണ്ട് 2500. അപ്പോൾ നമ്മൾ ക്യാഷ് ഫസ്റ്റ് ഐറ്റം ബാലൻസ് ഷീറ്റിലെ 2500. ദെൻ ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ പിന്നെ വരുന്ന കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് വരും. Then next, opening stock balance sheet varilla, closing stock varum. Closing stock is usually given outside the trial balance. Then ivide varunna item ennu parayunnathu debtors undu. Balance sheet item aanu. Appo nammal debtors record cheyanam. Adu current asset aanu. Then closing stock undu. Balance sheet nokkam. The sundry debtors. ഡെപ്റ്റേഴ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഡെപ്റ്റേഴ്സിൽ നിന്നും 31,000 ആണ് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട്. ഫർദർ ബാഡ് ഡെപ്റ്റ് 1,000 ഡിഡക്ട് ചെയ്യുക. ദെൻ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ, നമ്മളിവിടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് 1,500, ആ പ്രൊവിഷനും ഡിഡക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 28,500. ആ എമൗണ്ട് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റോട് കൂടി കാണിക്കുന്നു. We will get 28,500. Then closing stock 8,500. ഇനി നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ഏതൊക്കെയുണ്ടോ അതെല്ലാം റെക്കോർഡ് ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യനിൽ നോക്കുക, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, ഗുഡ് വിൽ ഉണ്ട്, ദെൻ മെഷീനറി. ഇത്രയും ഫിക്സഡ് അസറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇതാ ലാൻഡ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ് വിൽ. ഇനി നമ്മൾ ലയബിലിറ്റി സൈഡിൽ ഏറ്റവും ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ്, അതാണ് ഏറ്റവും ഷോർട്ട് ടൈം ആയിട്ടുള്ളത്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് റോയൽറ്റി 500 നോക്കുക. ഔട്ട്സ്റ്റാൻഡിങ് റോയൽറ്റി. ഇനി അടുത്തത് നമ്മൾ നോക്കുക ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്. ദെൻ ഇവിടെ വേറെ ലയബിലിറ്റീസ് ഒന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ല. ദെൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ദെൻ ക്രെഡിറ്റേഴ്സ് റെക്കോർഡ് ചെയ്യുന്നു. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 14,000. നെക്സ്റ്റ് വേറെ ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ എടുക്കുന്നു. ക്യാപിറ്റൽ 96,800. ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്. നെറ്റ് ലോസ് ആവുമ്പോൾ അത് ഡിഡക്ട് ചെയ്യണം. ദെൻ ഡ്രോയിങ്സ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യണം. ഡ്രോയിങ്സ് 6,000. അപ്പൊ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ 96,800 നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു. ദെൻ ലെസ് നെറ്റ് ലോസ് 800. അപ്പൊ നമുക്ക് 96,000 കിട്ടി. ദെൻ ലെസ് ഡ്രോയിങ്സ് 6,000. സോ ഔട്ടർ കോളത്തില് 90,000. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ എല്ലാ ഐറ്റംസും ആയി. അപ്പൊ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും 1,04,500 കിട്ടും. ഇതാണ് ബാഡ് ഡെപ്റ്റിന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും. മിക്കവാറും അഡ്ജസ്റ്റ്മെന്റ്സും ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.